ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, പടം പൊട്ടിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, പൂർണ്ണമായും പൊട്ടിയിട്ടില്ല, കുറച്ചും കൂടെ ബാക്കിയുണ്ട്, ഒന്ന് ചെരിഞ്ഞ് നിന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു നോവലറ്റായിരുന്നു അത് ഞാൻ എഴുതുന്ന സമയത്ത് സത്യനന്ദിക്കാരോട് പറഞ്ഞതാണ്. സത്യം പറഞ്ഞു, നീ അത് എഴുതണ്ട, കംപ്ലീറ്റ് ആക്കണ്ട, നമുക്ക് സിനിമയാക്കാം. ഒരു എക്സ്പോഷർ മീറ്റർ പോലും വാങ്ങാൻ പൈസ ഇല്ലാത്ത ക്യാമറമാരെ കണ്ടിട്ടുണ്ട്. ബക്കറ ഫസ്റ്റ് ഹാഫിലുള്ള പടം കഥ പറയണ്ടേ? ബക്കർ പറഞ്ഞു, അതിലും നല്ലത് രഘുന ഇംഗ്ലീഷ് പടം കിട്ടിയാൽ പോരെ ചോദിച്ചു. എന്താണോ ആകർഷിക്കപ്പെടുന്നത് അതിലേക്കാണ് ശ്രദ്ധ പോവുക. ഇനി സംവിധായകനെയും നിർമ്മാതാക്കളെയും എഴുത്തുകാരെയൊക്കെ അറിയപ്പെടാൻ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. എന്നെ ഒരാൾ തിരിച്ചറിയുന്നില്ല വെച്ചാൽ ഞാൻ എന്തിനാ വിഷമിക്കുന്നത്? എൻ്റെ തിരക്കഥയിൽ ഞാൻ ആകെ ഒരു തെറി എഴുതിയിട്ടുള്ളൂ. അതാണത്. ആ തെറിയാണ് ഏറ്റവും വലിയ കോമഡി ആയത്. ഞാൻ എപ്പോഴും സാറിനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് ഓർക്കുന്നൊരു കാര്യമാണ്. അതായത് സാറിൻ്റെ സിനിമകളുടെ ടൈറ്റിലുകളെ ഭയങ്കര നല്ല ഭംഗിയാണ്. ഇപ്പൊ 1 മുതൽ 0 വരെ, പൊന്മുട്ടയിടുന്ന താറാവ്, മേലെ പറമ്പിലാണ് വീട്, അതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ഈ ടൈറ്റിൽ ഇടുന്നതിൽ എഴുത്തുകാരന് പങ്കുണ്ടോ? പിന്നെ അയാളല്ലാണ്ട് അയാൾ അടുത്ത വീട്ടിലെ ആൾക്കാണോ പങ്ക്? അല്ല, ഡയറക്ടറും കൂടെ ആലോചിച്ച അയാളുടെ തീരുമാനമാണോ? അതൊക്കെ അങ്ങനെ എനിക്ക് കിട്ടിയ അവകാശം ആണല്ലേ? അപ്പൊ ഇതൊക്കെ സാറ് ടൈറ്റിലാ? പിന്നെ അല്ലാതെ അതാ ചോദിച്ചാ, ഞാനല്ലാണ്ട് പിന്നെ അടുത്ത വീട്ടിൽ ചില സിനിമകളിൽ ഡയറക്ടേഴ്സ് ഇടാറുണ്ടല്ലോ, ഇതൊക്കെ സംഭവിച്ചത് അങ്ങനെ ആണല്ലേ? മേലെപ്പറമ്പിൽ ആൺവീട് എന്നാണ് ഞാൻ ആദ്യം ഇട്ടത്. പിന്നെ അതിലെ പേര് ആ വീട് നിൽക്കുന്നത് മേലെപ്പറമ്പിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നു സേനൻ്റെയും കൂടെ ഒരു സജഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെയാണത്. അതങ്ങനെ വരും. ഞാൻ അടുത്ത വീട്ടിലെ ആളാണോ ചോദിച്ചത് തമാശ ചോദിച്ചത് കേട്ടോ. ചില തമാശ നമ്മൾ തമാശയാണെന്ന് പറയേണ്ടി വരും ഇപ്പോൾ ചില സമയങ്ങൾ. പണ്ടൊന്നും ആവശ്യമില്ലായിരുന്നു. എല്ലാവരും എൻഗേജ്ഡ് ആണ്, മെൻ്റലി പ്രീ ഓക്യുപ്പൈഡ് ആവും ആൾക്കാർ. അതുകൊണ്ട് ഇപ്പൊ സിബി സാർ പറഞ്ഞിട്ടുണ്ട് സാറിനെ ഒരുപാട് തളർത്തി കളഞ്ഞിരുന്നു ദേവദൂതന്റെ പരാജയം എന്ന്. പക്ഷെ അതിന്റെ റൈറ്റർ എന്നുള്ള നിലയിൽ സാറിനെ അതെങ്ങനെ അഫക്ട് ചെയ്തത്? എനിക്കൊരു തകർച്ച ഉണ്ടായിട്ടില്ല. പരാജയം എന്ന് പറയുന്നത് അതാണ്, നമ്മൾ കാഴ്ചപ്പാടാണത്. പരാജയം എന്ന് എല്ലാവരും സിനിമയെപ്പറ്റി പറയുന്നത് അതിന് 100 രൂപ ചിലവാക്കി തിയേറ്ററിലെത്തി, 110 രൂപ ചിലവാക്കി തിയേറ്ററിലെത്തി, തിയേറ്ററിൽ നിന്ന് ആകെ 10 രൂപ കിട്ടിയിട്ടുള്ളൂ. അപ്പം 100 രൂപ നഷ്ടം. അതാണ് ഈ തകർത്വം എന്ന് പറയുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫെക്റ്റ് ക്രിയേഷനായിട്ട് ഞങ്ങൾ അവതരിപ്പിച്ച സംഗതിയാണ്. അതുവരെയുള്ള എല്ലാ ക്രൂസിനും അതുവരെ അത് കണ്ടവർക്കൊക്കെ അത് നല്ലൊരു സിനിമയാണ്. അപ്പോൾ ആ സൃഷ്ടി സക്സസ് അല്ലേ? അപ്പം അത് തകർച്ചയായിട്ട് കാണണ്ടല്ലോ. എല്ലാവരും നമ്മുടെ സാമ്പത്തിക ഭാഗത്തേക്ക് വരുമ്പോഴാണ് അതിന് പരാജയമായിട്ടും അത് ഏറ്റു പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാരും ഉണ്ടാവും. പരാജയം എന്ന് പറയും. അപ്പോൾ അത് കൂടുതൽ ആൾക്കാരെ കേൾക്കുന്നവനെ വേദനിപ്പിക്കും. അപ്പോൾ എല്ലാവരും ചോദിക്കും. എൻ്റെ അടുത്ത് തന്നെ ദേവദൂതൻ്റെ റിലീസായ സമയത്ത് എന്നെ പലരും പേഴ്സണലി വിളിച്ചിട്ട് ആ സിനിമ പരാജയപ്പെട്ടു എന്ന് എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് വിളിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അതെങ്ങനെ അവർക്ക് സാധിക്കുന്നു എനിക്കറിയില്ല. ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, പടം പൊട്ടിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, പൂർണ്ണമായും പൊട്ടിയിട്ടില്ല, കുറച്ചും കൂടെ ബാക്കിയുണ്ട്, ഒന്ന് ചെരിഞ്ഞ് നിന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല, അദ്ദേഹത്തിനൊരു ഓർമ്മപ്പെടുത്തലാണ്. എന്തിനാണത് ചോദിക്കുന്നത് ആവശ്യമുള്ളത്? എന്തെങ്കിലും ലഹരി അദ്ദേഹം അനുഭവിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ അത് പൊട്ടിയല്ലേ എന്ന് ചോദിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ ഭംഗിയായിട്ട് അതിനെ സ്നേഹത്തോടെ പ്രതികരിക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. എനിക്ക് ഒരു വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ഉള്ളിൽ സിയാദിൻ്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ചിട്ടുള്ളൊരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. പക്ഷേ സിയാദിന് ഇതെടുക്കാൻ പറ്റുമെങ്കിൽ സിയാദിന് സർവൈവ് ചെയ്യാനും പറ്റും. എല്ലാ നമുക്കൊരു എനർജി ഉണ്ടായാൽ പോരെ. അത് സിയാദ് സർവൈവ് ചെയ്തു, ഭംഗിയായിട്ട് സർവൈവ് ചെയ്തു. സിബി ഒന്ന് സർവൈവ് ചെയ്തു. സിബി മെൻ്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അദ്ദേഹം ഡിപ്രഷനിലായി എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. എനിക്കതൊന്നും അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഞാനിത് അറിയില്ല. സിബി ഡിപ്രഷൻ ഉണ്ടായിരുന്നു സിബിക്ക് എന്ന് പറയുന്ന സമയത്ത് സിബിക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ്റെ കൂടെ കുറച്ച് ദിവസം ചിലവഴിക്കാമായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ സാന്നിധ്യം അവനെ ആ നിരാശയെന്ന് ഒരു 7 ദിവസം മുമ്പേ രക്ഷപ്പെടുത്തിയെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. സിബി പക്ഷേ അടുത്ത പടം ചെയ്തു, ഇഷ്ടം എന്ന് പറഞ്ഞ പടം. അപ്പോൾ സിബിക്ക് ആ ഡിപ്രഷൻ ആ പടത്തിൻ്റെ ക്രിയേഷൻ നല്ല പടമായിരുന്നു.
ബാധിച്ചിട്ടില്ലല്ലോ. ആ സമയത്തുണ്ടാകുന്ന ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇതൊന്നും വലിയ കാര്യമില്ലെന്ന്. ഒരു സിനിമ എന്നല്ല, എന്തും നമുക്കൊരു സാമ്പത്തിക നഷ്ടം വരുന്നു എന്ന് പറയുന്നത് അത് അതിനെ അതിജീവിക്കാൻ സാധിച്ച. പക്ഷെ അതിനുശേഷം ആ പ്രൊഡക്ഷന് വേണ്ടി സാറ് ഇനി സിനിമ ചെയ്യണമെന്ന് പോലും ആലോചിച്ചിരുന്നല്ലോ. കാരണം ഇനി പുള്ളിക്ക് സാറായിട്ടൊരു നഷ്ടം വരരുത്, അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കും, അത് സ്വാഭാവികമല്ലേ. ഞാൻ സിയാദിന് അടുത്ത പടം സിയാദ് ഒരു 5-6 പടമൊക്കെ കഴിഞ്ഞ് സക്സസ് ഒക്കെ ആയിട്ട് പിന്നെ വീണ്ടും സിയാദ് നിർബന്ധിക്കുകയാണെങ്കിൽ മാത്രം ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹം. അത് എൻ്റെ ഒരു തീരുമാനങ്ങളായിരുന്നു, അല്ലാണ്ട് വേറൊന്നുമല്ല. എൻ്റെയോ സിബിയുടെയോ സിയാദിൻ്റെയോ കഴിവില്ലായ്മ കൊണ്ടോ ശ്രദ്ധക്കുറവ് കൊണ്ടോ സംഭവിച്ച ഒരു പരാജയമല്ല അത്. പൊതുവേ സാർ ഇപ്പം അതിനുശേഷം ഈ സിനിമയ്ക്ക് കിട്ടിയ ഒരു പരിവേഷം ഉണ്ടല്ലോ, അതായത് ആളുകളെല്ലാം പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറയൊക്കെ ഏറ്റെടുക്കുന്നത്, അത് കാണുമ്പം പ്രത്യേകിച്ച് സന്തോഷവും തോന്നാറില്ല? ഉണ്ട്, സന്തോഷം നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റും. പക്ഷെ സന്തോഷം അത് എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. എത്രയോ പേര് എനിക്ക് മറുപടി മെസ്സേജുകളൊക്കെ അയച്ചിട്ടുണ്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട്. അപ്പം ഞാനായിരിക്കും കൊള്ളാലോ എന്ന് ആലോചിക്കും. ഇപ്പോഴും അത് ഒരു യാഥാർത്ഥ്യമായിരുന്നു എന്ന് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ഈ പടം ഇപ്പം ദേവദൂതൻ റിലീസ് ചെയ്യുന്നതിൻ്റെ കാരണം യങ്സ്റ്റേഴ്സായിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ടാണ് സിയാദിന് കിട്ടിയത്. അതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പം അത് ഒരുപാട് പേരത് ഇതിലേക്ക് വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഒന്നായിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് അവരോടൊക്കെ നന്ദിയേ ഉള്ളൂ. എനിക്ക് അവരൊക്കെ കുറേ ആൾക്കാരൊക്കെ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത ആൾക്കാർ കുറേ പേരുണ്ട്. എനിക്ക് ഇന്നലെയും കൂടെ ഒരു വീഡിയോ കിട്ടി, ആരോ ഒരാൾ ചെയ്തിട്ടുള്ളൊരു വീഡിയോ. ഒരുപാട് ആൾക്കാർ സ്വയം വീഡിയോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അയക്കുന്നുണ്ട് പലരും. ഇന്നലെയും കിട്ടി, എനിക്കൊരു പാട്ട് കിട്ടി, അത് രസമുണ്ട്. ഈ സിനിമ ഞാൻ ആദ്യം കാണുമ്പം അന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. ഫസ്റ്റ് വാച്ചിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പിന്നെ ഇതിൽ തന്നെ പല ഡയലോഗുകളും എല്ലാവരും പറയാറുണ്ടല്ലോ, അവൻ സംഗീതത്തിൻ്റെ രാജാവാണെന്ന് മോഹൻലാൽ പറയുന്ന ആ ഒരു മോഡുലേഷനൊക്കെ കേൾക്കുമ്പം അതിങ്ങനെ കണ്ണടച്ച് വീണ്ടും കേൾക്കാൻ തോന്നും. സാറ് എഴുതിയൊരു സാധനേ ആ രീതിയിൽ പ്രസൻറ്റൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഉണ്ടായിട്ടുള്ളൊരു അനുഭവം ഉണ്ടല്ലോ, അതെന്താ തോന്നിയിട്ടുള്ളത്? അതൊക്കെ ഒരു നിർവൃതിയല്ലേ, മനോഹരമായിട്ട് അത് ലാല അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു സന്തോഷം, നമ്മളത് എങ്ങനെയാണ് ഞാൻ പറയുക, ഒരു ഓവർവെൽമിങ് ഹാപ്പിനെസ് എന്നതിലുപരി ഒരു സംതൃപ്തി ഉണ്ടാവും. ഇത് രസമാണ് കാണാൻ. ഞാൻ അത് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല, കാരണം ഇറ്റ്സ് എ ഹിഡൻ ഫീലിംഗ് ഇൻ മൈ മൈൻഡ്. ഈ ദേവദൂതനെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് പിൻഗാമിയെ കുറിച്ച് ആളുകൾ പറയുന്നത്. അത് പിന്നെ കണ്ട് ഒരു കൾട്ടായ സിനിമയാണ്. ഇപ്പൊ പലരും ചോദിക്കുന്നുണ്ട് പിൻഗാമി വീണ്ടും ഇറക്കിക്കൂടെ എന്നൊക്കെ. അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? തോന്നുന്നില്ല ഇറങ്ങുന്നത്. കാരണം ഇതിൻ്റെ ഈ പടമൊക്കെ ഞങ്ങൾ ഫിലിമിൽ ഷൂട്ട് ചെയ്തല്ലേ. അതിൻ്റെ നെഗറ്റീവ്സോ അതിൻ്റെ സൗണ്ട് ട്രാക്കൊന്നും അന്നത്തെ മോണോ ട്രാക്കും അതൊക്കെ അന്നത്തെ സൗണ്ട് നെഗറ്റീവിലാണ് എടുത്തിട്ട് ഫിലിമിൻ്റെ കൂടങ്ങൾ പോസിറ്റീവിലേക്ക് ഇമ്പോസ് ചെയ്തിട്ടില്ല അത് ചെയ്യുന്നത്. ഇപ്പം അതൊന്നും സൗണ്ട് ട്രാക്കൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇതിന് ഭാഗ്യത്തിന് എല്ലാം ഉണ്ടായിരുന്നു. അതെങ്ങനെ കിട്ടി, അതൊരു ഭാഗ്യം. അതാണ് ഈ ദേവദൂതൻ വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോൾ റിലീസ് ചെയ്യാൻ സാധിക്കുന്നത് തന്നെ 4K ആക്കാൻ അതിൻ്റെ ഒരു എല്ലാ വിധത്തിലുള്ള കുറേ എല്ലാം റിട്രീവ് ചെയ്യാൻ പറ്റി ലാബ് എന്നതിൻ്റെ. അതാണ് ലാൽ ആദ്യം ചോദിച്ചത്, നെഗറ്റീവ് ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, ഈ പിൻഗാമിയുടെ കഥ പറയായിരുന്നല്ലോ, അതൊരു എന്താ കുമാരേട്ടൻ പറയാത്ത കഥ അല്ലേ? അങ്ങനെ ഒരു ചെറുകഥയാണ്. അതെ, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന ചെറുകഥയായിരുന്നു ആ സമയത്ത്. ഒരു നോവലറ്റായിരുന്നു അത്. ഞാൻ എഴുതുന്ന സമയത്ത് സത്യനന്ദിക്കാരോട് പറഞ്ഞതാണ്. സത്യം പറഞ്ഞു, നീ അത് എഴുതണ്ട, കംപ്ലീറ്റ് ആക്കണ്ട, നമുക്ക് സിനിമ ആക്കാമെന്ന്, പെട്ടെന്ന് പബ്ലിഷ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണത് സിനിമയാവുന്നത്. ഓക്കെ, അത് പുള്ളി അതൊരു ചെയ്തിട്ടില്ലാത്തൊരു ജോണറും കൂടിയായിരുന്നു. അതെ, പക്ഷെ അവനത് ആഗ്രഹമായിരുന്നു ചെയ്യണമെന്ന്. ഞാൻ ചോദിക്കുകയും ചെയ്തു, അത് വേണോ വേറെ ഒന്ന് മതിയോ എന്നൊക്കെ ആലോചിക്കുകയും ചെയ്തു. പക്ഷേ എനിക്കത് ഒരു സംവിധായകൻ നമ്മുടെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളതിലേക്ക് കടക്കും. ഇത് സക്സസ് ആവുമോ അല്ലെങ്കിൽ എല്ലാവരും 1000 ആളുകൾ ഇഷ്ടപ്പെടുമോ 800 ആളുകൾ ഇഷ്ടപ്പെടുമോ എന്ന് നമ്മളത് ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ ചിന്തകൾ മറ്റേയാൾക്ക് വന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കഴിയുന്നതും നമ്മൾ ചെയ്യുക, സാധിക്കെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക. സക്സസ് എന്ന് പറഞ്ഞിട്ട് ഷാർപ്പനായിട്ട് നമുക്ക് എത്ര സാങ്കേതിക വിദഗ്ധന്മാർ ചെയ്താലും എല്ലാം പെർഫെക്റ്റ് ആണെങ്കിലും ചില റോക്കറ്റൊന്നും മുകളിലേക്ക് പോകാറില്ലല്ലോ. ഞാൻ കേട്ടു അതെന്നെ 17 ദിവസം കൊണ്ട് എന്തോ അതിൻ്റെ സ്ക്രിപ്റ്റ് തീർത്തിട്ടുണ്ടെന്ന് അല്ലേ? 15 ദിവസം അത്ര മതിയായിരുന്നു. അതെങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ തീർന്നു, എഴുതിപ്പോയി തീർന്നു.
ഞാനത് കഥ പറഞ്ഞു കൊടുത്തിട്ട് എൻ്റെ മനസ്സിലത് ഫുൾ ഉണ്ടായിരുന്നു. തൃശ്ശൂരാണ് ഒരു ഹോട്ടൽ താമസിച്ചിട്ട് അങ്ങ് എഴുതാൻ തുടങ്ങി. സത്യം വൈകിട്ട് വരും, എഴുതത്തോളം വായിക്കും, സന്തോഷമായിട്ട് പോവും. പിന്നെ അത് തീർന്നു പോയി, പെട്ടെന്ന് തീർന്നു. കഷ്ടായിപ്പോയി. അതെ, സാർ എഴുതി മനസ്സിൽ കൺസീവ് ചെയ്തത് ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ടാണല്ലോ. അതിപ്പോ സിനിമയായി കണ്ടപ്പോഴേ എന്താ തോന്നിയേ? സന്തോഷം. ആ കുമാരേട്ടൻ ഒറ്റ വാക്കിൽ ഉത്തരം കിട്ടിയ കുഴപ്പമില്ലല്ലോ. അത് എനിക്ക് ഇഷ്ടമല്ല, കുറച്ച് നീട്ടി പറയണം. അത് ഇല്ലാത്ത കാര്യം എങ്ങനെ പറയും? എന്നാലൊരു സന്തോഷം തോന്നി, ഒരുപാട് സന്തോഷം തോന്നി. സത്യൻ നല്ല രസമാണ് സത്യൻ്റെ കൂടെ വർക്ക് ചെയ്യും. സത്യൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു വിധത്തിലും എനിക്കത് എന്താ പറയുക, സത്യൻ, സേനൻ ഒക്കെ ഉണ്ട് ആ ക്വാളിറ്റി. ഞാൻ വർക്ക് ചെയ്ത എല്ലാ സംവിധായകരും എനിക്ക് വളരെ ആക്സസിബിളായിരുന്നു. ചിലരോട് എനിക്ക് കൂടുതൽ ബഹുമാനം തോന്നും. എന്തോ നിങ്ങളെ ബഹുമാനിക്കേണ്ട എന്തോ ഒന്ന് നിങ്ങളിലുണ്ടെന്ന് ഇതിൽ പറയുന്നില്ലേ, അതുപോലെ എന്തോ ഒന്ന് അവരിലൊക്കെ ഉണ്ട്. പിന്നെ ഓഫ് കോഴ്സ് അവർക്കൊക്കെ എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ട്, അതാണ് എൻ്റെ സത്യം. അവർ ചെയ്യുന്ന കാര്യങ്ങൾ. സേനനൊക്കെ നല്ല എക്സ്പീരിയൻസ്. ഞാൻ ഒരിക്കലും സേന ഒരു ഡാൻസറായിരുന്നു. സേനൻ്റെ ആദ്യകാല സിനിമാ ജീവിതത്തിൽ ഡാൻസിന് വലിയ പ്രാധാന്യമുണ്ട്. സേനൻ്റെ ഏറ്റവും നിയറസ്റ്റ് പോയിൻ്റ് എനിക്ക് ആരാന്ന് എനിക്ക് മറന്നുപോയി. അച്ഛനാണോ ഇനി വേറെ ആരെങ്കിലാണോ? ഡാൻസ് റിലേറ്റഡ് ആണ് അതിൽ. എൻ്റെ ലൈഫിൽ അതില്ല. ഇപ്പോൾ സിനിമയുടെ വേറെ ഘടകങ്ങൾ സേനനുണ്ട്, എനിക്കതങ്ങനെ തോന്നുന്നില്ല. എൻ്റെ അച്ഛൻ ട്രക്ക് ഓടിക്കുന്നത് അത് വേറെ ഡാൻസാണ്, ട്രക്ക് ഡ്രൈവറാണ്. അതൊരു ഡാൻസല്ലേ, എങ്ങനെ തപ്പി അല്ലേ? അപ്പോൾ അത് വേറെ ടൈപ്പ് ഡാൻസാണ്. അപ്പോൾ ഈ സത്യൻ എത്രയോ കാലം ഡോക്ടർ ബാലകൃഷ്ണൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. ഞാൻ ആരുടെയും അസിസ്റ്റൻ്റ് ആയിരുന്നില്ല, എനിക്കില്ല എക്സ്പീരിയൻസ്. സിബി എത്രയോ കാലം 5, 6, 7 പടങ്ങൾ നവോദയയ്ക്ക് വേണ്ടിയിട്ട് ഒരു അസിസ്റ്റൻ്റായിരുന്നു, അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. എനിക്ക് ആ കോഴ്സൊന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്നേക്കാൾ കൂടുതൽ സെമസ്റ്റർ എഴുതിയ ആൾക്കാരാണ് അവരൊക്കെ. പിന്നെ ഷാജി നമ്പർ 1 ക്യാമറാമാരിൽ സിനിമാറ്റോഗ്രാഫറിൽ ഒരാളായിരുന്നു. എത്രയോ ഞാൻ ഷാജിയെ കണ്ടെത്തും മുമ്പ് തന്നെ ഷാജി എത്രയോ നാഷണൽ അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അസാധ്യ സ്കില്ലാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫി സ്കില്ല്. അദ്ദേഹത്തെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് മറ്റുള്ളവരെന്ന് വളരെ ചില പ്രൊഫസേഴ്സിനൊക്കെ കേട്ടിട്ടുണ്ട്. ഷാജി പഠിക്കുന്ന സമയത്ത് ഷാജി അതിന് മാത്രം ഡെഡിക്കേറ്റഡ് ആവുന്ന മൊമെൻറ്റ്സിനെ പറ്റിയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ ഒരു വാഗബോണ്ടാണ്, വെറുതെ ഓടിക്കേറിയ മലകളാണ് എൻ്റെ മുമ്പിൽ. ഒരാളും ഗൈഡും ഇല്ല, ഒന്നുമില്ല, തോന്നിയ പോലെയാണ്. പക്ഷെ എനിക്ക് വേറെ തരത്തിലാണ് സ്വയം പഠനമായിരുന്നു എൻ്റെത്. ഞാൻ ഒരുപാട് ഇവരെയൊക്കെ കാണുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു ജീവിതമുണ്ട്, അതിലും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എൻ്റെ ട്യൂഷൻ ടീച്ചറൊക്കെ ഞാൻ തന്നെയാണ്. അപ്പം പിന്നെ ആരെങ്കിലും തരുന്ന പുസ്തകങ്ങൾ, പിന്നെ മദ്രാസിൽ പോയിട്ട് പങ്കെടുത്ത ഒരുമിച്ച് വർക്ക് ചെയ്ത ക്യാമറാമാർ, എഡിറ്റേഴ്സ്. ഞാൻ ഒരു എക്സ്പോഷർ മീറ്റർ പോലും വാങ്ങാൻ പൈസ ഇല്ലാത്ത ക്യാമറമാരെ കണ്ടിട്ടുണ്ട്. അവർ കൈ വെച്ചിട്ടാണ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കും, ലൈറ്റ് ബാലൻസിങ് ഒക്കെ കണ്ടുപിടിക്കും. അവർ പറയും എക്സ്പോഷർ വാല്യൂ. ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ പേര് മറന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ചില ക്യാമറമാരുടെ പാച്ച് വർക്കിനൊക്കെ പോകും. അങ്ങനെ ചില മേസ്ത്രിമാരില്ലേ, ആരോ കിട്ടുന്ന ബിൽഡിങ്ങിൻ്റെ 2 ദിവസം പോയിട്ട് 4 കല്ല് വെച്ചിട്ട് വരുന്ന അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒക്കെ ടെക്നീഷ്യൻസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. വാഹിനി സ്റ്റുഡിയോയിൽ എത്രയോ എഡിറ്റിംഗ് റൂമുണ്ട്. അതിൽ ചില എഡിറ്റിംഗ് റൂമുണ്ട്. അതിൽ എക്സ്പേർട്ടായിട്ടുള്ള വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള എഡിറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അവർ ചില ഫിലിം ചെയ്യുന്നുണ്ടാവില്ല. ചില ഫിലിമുകളുടെയൊക്കെ പാച്ച് വർക്ക് അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ആ കാലത്ത് ഞാൻ ഇവിടെയൊക്കെ പോകും, പലരെയും ഞാൻ കണ്ടിട്ട് തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ് സിനിമകളുടെയൊക്കെ എഡിറ്റേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു വലിയൊരു ലോകം ഉണ്ടായിരുന്നു സിനിമയുടെ. ആ ലോകത്താണ് ഞാനൊക്കെ വെറുതെ നടന്ന് കളിച്ചത്. നമ്മൾ ചില സ്ട്രീറ്റിലൊക്കെ പോയിട്ട് ചില ചെറിയ സാധനങ്ങൾ എടുക്കുന്ന മാതിരി അങ്ങനെയൊക്കെ പഠിച്ചെടുത്തതാണ് എൻ്റെയൊക്കെ അറിവ്. ഇവരൊന്നും അങ്ങനെയല്ല, ഇവരൊക്കെ ചിട്ടവട്ടത്തോടു കൂടി ഇങ്ങനെ ചെയ്തു പോയതാണ് എന്നാണ് ഞാൻ കാണുന്നത്. ഞാനങ്ങനെ ആരുടെ കൂടെയും വർക്ക് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ക്യാമറാമാൻ ഹേമചന്ദ്രൻ്റെ കൂടെയാണ് ഞാൻ ആദ്യകാലത്തൊക്കെ ചില പടങ്ങളൊക്കെ വർക്ക് ചെയ്തത്.
ഹേമചന്ദ്രൻ്റെ അടുത്താണ് എനിക്ക് മദ്രാസിൽ കിടക്കാൻ സ്ഥലമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഹേമൻ്റെ അടുത്തേക്ക് പോകും. അവൻ താമസിക്കുന്ന ഹോട്ടലിൽ എന്താ പറയുക ടി നഗറിൽ അരുണ ലോഡ്ജിൽ അവൻ്റെ മുറിയിൽ പോയിട്ട് അവൻ്റെ കട്ടിലിൻ്റെ അടിയിലേക്കായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അവൻ ഒരു തവണ എനിക്കിപ്പോഴും ഒരിക്കലും മറക്കാത്തൊരു സംഭവമാണ്. രണ്ടുപേർക്കും ഭയങ്കര വിശപ്പ്. ഹേമന് ഭയങ്കര വിശപ്പ്. അപ്പോൾ ഒന്നും ഇല്ല, പൈസയില്ല കയ്യിൽ. അപ്പം എന്താ പറയുക ചവനപ്രാശം ലേഹ്യം ഉണ്ടായിരുന്നു. അവന് വർത്തമാനം പറഞ്ഞ് ചവനപ്രാശം ലേഹ്യം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു. സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ തുടച്ചിട്ടൊക്കെ കഴിച്ചു. പിന്നീടാണ് കുറേ കഴിഞ്ഞ് വിശപ്പ് അങ്ങോട്ട് കത്താൻ തുടങ്ങി. ഈ ചവനപ്രാശ ലേഹ്യത്തിന് അങ്ങനെ ഒരു ഗുണമുണ്ട് അത്രേ. വിശപ്പ് കൂട്ടും. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി. എന്നിട്ട് അവിടെ തൊട്ട മുമ്പിൽ ഈ കള്ള് കുടിക്കുന്ന ആൾക്കാർ വൈകുന്നേരം വാങ്ങുന്ന ഒരു മുളകിൻ്റെ ഒരു ബജ്ജിയുണ്ട്. അത് കണ്ടു. അപ്പോൾ അയാൾക്ക് ഇവനറിയാം. അപ്പോൾ അവൻ പറഞ്ഞു ലേഹ്യം കഴിച്ചിട്ട് വിശപ്പ് കൂടിപ്പോയി. അപ്പോൾ അയാൾ അവൻ ആ മുളക് ബജ്ജി കുറേ എടുത്തിട്ട് വെച്ചു പ്ലേറ്റിൽ. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കത് കഴിക്കുന്നത്. അസാധ്യ എരിവാണ് ആ മുളക് ബജ്ജിക്ക്. അങ്ങനെയൊക്കെയുള്ള ഒരു ഓർമ്മകളുണ്ട് എൻ്റെ അതിൽ. അപ്പോൾ ഈ ഹേമചന്ദ്രനാണ് ഒരു ദിവസം എന്നോട് പറയുന്നത്, ഞങ്ങളെപ്പോഴും സംസാരം മുഴുവൻ സിനിമയെ പറ്റിയായിരിക്കും. അപ്പോൾ ഞാൻ അതുവരെ ഈ മിച്ചൽ ക്യാമറ എന്ന് പറയുന്ന ക്യാമറ ഉണ്ട്. ആ കാലത്ത് സ്റ്റുഡിയോ ക്യാമറയാണത്. അതിൽ വർക്ക് ചെയ്തിട്ടില്ല. ഹേമൻ അത് എന്നോട് ഇങ്ങനെ പറയും അതിനെപ്പറ്റിയൊക്കെ. ഹേമൻ അതിലൊക്കെയാണ് വർക്ക് ചെയ്തത്. മിച്ചൽ ക്യാമറ വളരെ കോംപ്ലിക്കേറ്റഡ് ക്യാമറയാണ്. അപ്പം 1000 ഫൂട്ടേജ് ഫിലിമാണ് എൻ്റെ ഒരു മാഗസീനിൽ വയ്ക്കുക. നമ്മൾ സാധാരണ മറ്റേ ആരിഫ്ലെക്സ് ക്യാമറയൊക്കെ 1000 ഫീറ്റാണ്. ഇത് 400 ഫീറ്റാണ് ഉണ്ടാവുക ചെറുതിൽ. ഷൂട്ടിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറ 400 ഫീറ്റിൻ്റെ ക്യാനായിരിക്കും. മറ്റത് 1000 ഫീറ്റാണ്. അപ്പോൾ ഒരു ദിവസം എന്നോട് പെട്ടെന്ന് ഹേമൻ പറഞ്ഞു, രഘുവിനെ മിച്ചൽ ക്യാമറ വർക്ക് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ വർക്ക് ചെയ്യണം. അപ്പോൾ നാളെ 3-4 ദിവസം കഴിഞ്ഞാൽ ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ തിരക്കഥയില്ല. അപ്പം രഘു അത് എഴുതി കൊടുക്കെങ്കിൽ നമുക്ക് മിച്ചിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഹേമൻ അത് ഡയറക്ടറോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ബക്കർ, PA ബക്കർ. നമ്മുടെ ബക്കർ പ്രേംനസീറിനെ വെച്ചൊരു പടം ചെയ്യാൻ പ്ലാൻ ചെയ്തു. സ്ക്രിപ്റ്റ് ആയിട്ടില്ല. പക്ഷേ ആ ഒരു കഥ അയാളുടെ ഫസ്റ്റ് ഹാഫ് വരെയുള്ള കഥയുണ്ട്, സെക്കൻഡ് ഹാഫ് ഇല്ല. അപ്പം സെക്കൻഡ് ഹാഫിൽ വരാവുന്ന ഒരു ഭാഗം എഴുതി കൊടുക്കുകയാണെങ്കിൽ, കഥയുണ്ടാക്കി എഴുതി കൊടുക്കുകയാണെങ്കിൽ എനിക്കതിൽ പങ്കെടുക്കാം. അത് മദ്രാസിൽ സത്യ സ്റ്റുഡിയോ എന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. സത്യ സ്റ്റുഡിയോയിലെ ഒരു സെറ്റ്, ആരോ ഇട്ട സെറ്റ് ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. നസീർ 2 ദിവസം ഇതൊന്നും അറിയാത്ത നസീർ പാവം 2 ദിവസം ഡേറ്റ് തൽക്കാലത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ദിവസം ഇദ്ദേഹത്തിന് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു എമർജൻസി സിറ്റുവേഷൻ. അപ്പോൾ എന്നോട് ഹേമൻ പറഞ്ഞു, മിച്ചൽ വർക്ക് ചെയ്യണോ, നമുക്കിപ്പം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബക്കർ എന്നെ കണ്ടു. ബക്കർ ആ ഫസ്റ്റ് ഹാഫ് വരെയുള്ള പടം കഥ പറയണ്ടേ. ബക്കർ പറഞ്ഞു അതിലും നല്ലത് രഘുന ഇംഗ്ലീഷ് പടം കിട്ടിയാൽ പോരെ എന്ന് ചോദിച്ചു. ആ പടം അവിടെ ഒരു തിയേറ്ററിൽ കളിക്കുന്നത്, രഘു അത് പോയി കാണുമോ ചോദിച്ചു. ഞാൻ പോയി കണ്ടു. അത് ഫസ്റ്റ് ഹാഫായി. അത് ഒരു ഫുൾ ഫിലിമാണ്. ആ കഥയിലെ എലമെൻ്റ് ഉണ്ട്, ബക്കറിൻ്റെ മനസ്സിലുള്ള എലമെൻ്റ് അതിനകത്തുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എഴുതാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെക്കൻഡ് ഹാഫിൽ വരുന്ന കഥ ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു. അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കി. അപ്പോൾ ബക്കറിന് ഇഷ്ടമായി. അപ്പോൾ ഞാൻ 2 ദിവസത്തേക്കുള്ളത് ഞാൻ എഴുതി കൊടുത്തു. ഷൂട്ട് ചെയ്യാൻ പറ്റി. അത് പോയി ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്യുമ്പോൾ നസീറുമായിട്ടുള്ള ഒരു സൗഹൃദം ഉണ്ടായി. അതിൽ 2 ഷോട്ട് എന്നെ കൊണ്ട് ബക്കർ എടുപ്പിച്ചു. അതാണ് ബക്കർ. അസാധ്യ സ്നേഹസമ്പന്നനായൊരു മനുഷ്യനാണ്. ഞങ്ങൾക്കൊന്നും ആൾക്കാർ അപൂർവേ കണ്ടിട്ടുള്ളൂ PA ബക്കർ. എന്തൊരു വാത്സല്യം ആ മനുഷ്യന്. അല്ലാതെ ഞാൻ എഴുതി കൊടുത്തതിൻ്റെ സ്നേഹം അതൊന്നല്ല, എന്നെ പറ്റിക്കുകയോ ചതിക്കുകയോ. ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ് അതൊക്കെ. അപ്പം ഞാൻ അപ്പോൾ ഒരു തവണ ബക്കറിൻ്റെ ഒരു ക്ലോസും വേറെ ഷോട്ടും ഞാൻ എടുത്തു. എന്നോട് എടുക്കാൻ പറഞ്ഞു ബക്കർ. ആരെ അങ്ങനെയൊക്കെ പറയുക? ആ ബക്കറുടെ ഇതല്ലേ കാണിക്കുക, അമ്മയെ കാണിക്കില്ലേ? ഒന്നുമില്ല. ഞാനെടുത്തു. ബക്കർ പിന്നെ നസീറായിട്ട് നല്ല സൗഹൃദം ഉണ്ടായി. പിന്നെ നസീറായിട്ട് വളരെ 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 എൻ്റെ 1-0 വരെയൊക്കെ എൻ്റെ നസീർ കണ്ടിരുന്നു. ഭയങ്കര സ്നേഹമായിരുന്നു. ആ പടം പിന്നെ ഞാൻ കംപ്ലീറ്റ് എഴുതി കൊടുത്തു. അത് ഷൂട്ട് ചെയ്തു. സോ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പഠനം.
ഈ പറഞ്ഞ പോലെ ഇപ്പം സത്യനന്ദിക്കാടിൻ്റെ കൂടെ സിനിമകൾ, രാജസേനൻ്റെ കൂടെ, ഇവരുമായിട്ടൊന്നും കണക്ഷൻ ഇല്ലാത്ത ഷാജിൻ കറുണിനെ പോലുള്ള ഡയറക്ടറുടെ കൂടെ, അങ്ങനെ പലരുടെയും കൂടെ സാറിന് വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ഈ പിറവി, ഇപ്പോൾ വാനപ്രസ്ഥമൊക്കെ കുറച്ച് ലേറ്റായിട്ട് അറിഞ്ഞത് അത് സാർ എഴുതിയത്. എനിക്കത് ആദ്യമൊന്നും ഈ സിനിമ കാണുമ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല. അതൊന്നും സാരില്ലാന്ന്. എന്താ അറിയോ, നമ്മളിപ്പോൾ നീ ജനിച്ചില്ലേ, നീ എപ്പോഴും അറിഞ്ഞ നീ ജനിച്ചു എന്ന്? ഞാൻ ജനിച്ചിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞിട്ടില്ലേ ഞാൻ തന്നെ അറിഞ്ഞത് ഞാൻ ജനിച്ചിട്ടുണ്ടെന്നും, ഞാൻ ഇങ്ങനെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മോനാണെന്നും, ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ എത്തിയെന്നും കുറേ കഴിഞ്ഞ് നമ്മൾ റിയലൈസ് ചെയ്യുന്ന കുറേ കഴിഞ്ഞിട്ടില്ലേ. അതുപോലെ നമ്മുടെ സൃഷ്ടികളൊക്കെ അങ്ങനെയാണ് ഉണ്ടാവുക. ഒന്നും സാരില്ല. പക്ഷെ വാനപ്രസ്ഥത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോഴും അതങ്ങ് മനസ്സിൽ പതിയുന്നുണ്ടായിരുന്നില്ല. റൈറ്റർ ആരാന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് നിങ്ങളെ വിവരമില്ലായ്മയല്ലേ. എപ്പോഴും നമ്മൾ ആ ഡയറക്ടറുടെ പേരുമായി ചേർത്ത് മാത്രമായിരുന്നു ആ സിനിമയെ കുറിച്ചൊക്കെ. അതെ, അതാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു ഇതെന്താന്ന് വെച്ചാൽ, എന്താണോ ആകർഷിക്കപ്പെടുന്നത് അതിലേക്കാണ് ശ്രദ്ധ പോവുക. ഇനി ഈ സംവിധായകനെയും നിർമ്മാതാക്കളെയും എഴുത്തുകാരെയൊക്കെ അറിയപ്പെടാൻ വേണ്ടി കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. അതിനു മുമ്പ് എല്ലാം നടന്മാരല്ലേ. ആരെങ്കിലും അറിയോ? പക്ഷെ സാറിന് വിഷമം ഉണ്ടാവില്ല സാറിന്റെ പേര് ഇങ്ങനെ? എന്നെ ഒരാൾ തിരിച്ചറിയുന്നില്ല വെച്ചാൽ ഞാൻ തന്നെ വിഷമിക്കുന്നത്. ഇപ്പം നമ്മൾ പരിചയപ്പെട്ടില്ലേ, നീ ആലോചിച്ച് നോക്കൂ, നീന്ന് വിളിച്ചത് തെറ്റൊന്നും. ആലോചിച്ച് നോക്കൂ, ഇപ്പം ഞാൻ എപ്പോഴെങ്കിലും നിന്നെ കണ്ടു, നിന്നെ കണ്ടിട്ട് ഞാൻ നിന്നെ മനസ്സിലാവാതെ പോയാൽ എനിക്ക് വിഷമം ഉണ്ടാവുമോ? പരിചയപ്പെട്ടു കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ കുറച്ച് വിഷമം ഉണ്ടാവും. എനിക്കതും ഉണ്ടാവില്ല. എന്താ കാരണം അറിയോ? പിന്നെ എന്നെ കണ്ടിട്ട് നീ പറയാണ് എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോയല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു എന്ന് പറയും. സത്യം പറയാം, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു എന്ന് വരില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതൊന്നും വിഷമിക്കണ്ട, ഒരു വിഷമവും വേണ്ട. ബി ഹാപ്പി ഓൾവേസ്. നീ നിന്നെ കണ്ടാൽ മതി. ഒരുപാട് സങ്കടങ്ങൾ മായ്ക്കാൻ പറ്റും നമ്മൾക്ക്. ഡിറ്റാച്ച്മെൻ്റ് അല്ല, നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുക. ഞാൻ റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത് 24 മണിക്കൂറും. യാഥാർത്ഥ്യം എന്താണോ അതിൽ നിൽക്കണം. ഒരു സ്വപ്നങ്ങളും ഒന്നും സ്വപ്നം നമുക്ക് കാണാം, സ്വപ്നത്തിലേക്ക് നമ്മൾ പോകും. പക്ഷേ ജീവിതത്തിൽ നമ്മുടെ സ്വപ്നത്തിൽ തന്നെ ജീവിക്കാൻ പാടില്ല. റിയാലിറ്റി ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. 100% ചിലപ്പോൾ എന്നെ കണ്ടാൽ ചിലപ്പോൾ നിനക്ക് തിരിച്ചറിയാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നിൻ്റെ ഒരു മനോനിലയുണ്ടാവും. നീ ആ പ്രസൻറ്റ് ലൈഫിൽ ടൈമിലുണ്ടെങ്കിലും നീ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. നമ്മളെ മനസ്സാണ് നിയന്ത്രിക്കുന്നത്, അല്ലേ? എല്ലാം. ഒരു ചിരി പോലും നമ്മളെ ഉള്ളിൽ വരുന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഏറ്റക്കുറച്ചിൽ പോലെ, മനസ്സിൻ്റെ ഒരു ബാലൻസിങ് പോലെ ഇരിക്കും. സോ നമ്മൾ പലപ്പോഴും ഈ ലോകം വിട്ടു പോകും. പല സമയത്തും നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഈ സാർ 2 സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ, 1 മുതൽ 0 വരെ. 3 സിനിമ. മൂന്നാമത്തേത് കണ്ണീരിൻ്റെ മധുരം, അത് ഇറങ്ങിയില്ലല്ലോ? ഇല്ല. അതെന്താ അതിൻ്റെ സ്റ്റേജിൽ? എനിക്കറിയില്ല. കംപ്ലീറ്റ് തീർത്ത് കഴിഞ്ഞതാണ്. നിർമ്മാതാവിന് എന്തൊക്കെയോ പ്രശ്നങ്ങളായി, അല്ലെങ്കിൽ സന്തോഷം കൂടിയിട്ട് ആരും കാണാതെ ചോദിച്ചതാണ്, എനിക്കറിയില്ല. എന്തൊക്കെയോ പേഴ്സണൽ കാര്യങ്ങൾ. ഇന്ദ്രജിത്ത് ഭാമ, അത് ഇതിനിടെ ഞാൻ യൂട്യൂബിൽ പ്രതീക്ഷിക്കാണ്ട് കണ്ടു. അദ്ദേഹം റിലീസ് ചെയ്തു. 45,000 ചില ആൾക്കാർ 3 മണിക്കൂർ 4 മണിക്കൂറിൽ കണ്ടു. അപ്പോഴേക്കും അത് എടുത്തു മാറ്റി. ആരോ കേസ് കൊടുത്തു തോന്നുന്നു. അതെന്താ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. എനിക്ക് ഒരാളുടെ വിഷമം അയാൾ വിഷമിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ പിന്നെ അയാളുടെ വിഷമം ചോദിക്കുന്നത് അർത്ഥമില്ലല്ലോ. എന്നെ ബാധിക്കുന്ന കാര്യമാണെങ്കിലും അതല്ല എന്തുകൊണ്ട് റിലീസ് ആവാത്ത എനിക്കറിയാം. അദ്ദേഹത്തിന് എന്തൊക്കെയോ ഫിനാൻഷ്യൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് പലതും ആവാം. ഒരേ സമയത്ത് 10 ആൾക്ക് റൈറ്റ് കൊടുത്തിട്ടുണ്ടാവും. പല കാര്യങ്ങളും പലരും ചെയ്യുമല്ലോ, രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് പലതും ചെയ്യും. അപ്പം വീണ്ടും അത് അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചോദിക്കുന്നല്ലോ എല്ലാവർക്കും അർത്ഥമില്ലല്ലോ. അയാൾ ഒരുപാട് ഇപ്പോൾ അത്യാവശ്യം ചെറിയ ആരോഗ്യ പ്രശ്നമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. എനിക്കെന്തോ ഒരാളെയും വേദനിപ്പിക്കാൻ തോന്നുന്നില്ല. ഇപ്പം എന്നെ ബാധിക്കുന്ന കാര്യമാണെങ്കിലും ചില മണ്ടത്തിലൊക്കെ ഞാനും കാണിക്കുന്നുണ്ടാവും, ഇങ്ങനെ ചോദിക്കാണ്ടും ദേഷ്യപ്പെടാണ്ടൊക്കെ ഇരിക്കും. പക്ഷെ എനിക്കതൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ ഞാൻ എന്നെ കംഫർട്ടായിട്ട് നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില വിദ്യകളാണ്. സമാധാനത്തിൻ്റെ വഴി പോവാൻ. അത് ഇപ്പം എനിക്കറിയാം, ഇപ്പോൾ ഒരാൾക്ക് എന്നെ ആ സിനിമ റിലീസ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഒരാളും അത് ബോധപൂർവം ചെയ്യില്ലല്ലോ. അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടാവും. കുറച്ചൊക്കെ എനിക്കറിയാം എന്തായിരിക്കുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തോട് ചോദിച്ച് വിഷമിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അത് എന്തെങ്കിലും ആവട്ടെ. ഞാൻ എന്തായാലും അത് കണ്ടു, എൻ്റെ പണി തീർത്ത് കൊടുത്തു. കുറേ വിഷമമുണ്ടായിരുന്നു, രസമാണ്. പിന്നെ ഈ വിസ്മയത്തിനും ശേഷം ആക്റ്റീവായിട്ട് ഡയറക്റ്റ് ചെയ്യണം അങ്ങനെ തോന്നിയില്ല?
അത് ഞാൻ 1 മുതൽ 0 വരെ കഴിഞ്ഞ ശേഷം തന്നെ ഞാൻ ആലോചിച്ചിരുന്നു ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. കാരണം ഇതിൻ്റെയൊക്കെ സിനിമയുടെ അൾട്ടിമേറ്റ് ഒരാളുടെ മനസ്സിലുള്ള ആഗ്രഹം എന്തായിരിക്കും? ഒരു സിനിമ ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, ഒരു സ്ക്രിപ്റ്റ് എഴുതുക, അതൊക്കെയല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അത് ആവർത്തിക്കാനല്ലേ തോന്നുള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനത്തെ തോന്നൽ വന്നിട്ടില്ലായിരുന്നു. ഓക്കെ. തെങ്ങിൻ്റെ മുകളിലേക്ക് എനിക്ക് തെങ്ങിൻ്റെ മുകളിൽ കയറണം എന്നൊരാഗ്രഹം, മുകളിലുള്ള ഇതൊക്കെ തൊട്ടൊക്കെ നോക്കണമെന്ന് ആഗ്രഹം. ഞാൻ തെങ്ങിൻ്റെ മുകളിലേക്ക് പതുക്കെ കയറി അവിടെ എത്തി തേങ്ങ തൊട്ട് കഴിഞ്ഞു. ഇനി എങ്ങോട്ടാണ് കയറുക എന്നല്ലേ അത് തുടരണ്ട ഇല്ലേ? അതുപോലെയാണ് എൻ്റെ മനസ്സിൽ. ഓക്കെ. അത് കഴിഞ്ഞു, അത് സക്സസ് ആയി. ആ പടം കഴിഞ്ഞോടുകൂടി അടുത്തൊരു സിനിമ എന്നുള്ള ചിന്തയെ എനിക്ക് ഉണ്ടായിട്ടില്ല. പിന്നെയും വീണ്ടും ആൾക്കാർ, ആരെങ്കിലും അറിയുന്ന സ്നേഹത്തിലുള്ള ആൾക്കാർ എന്നോട് തിരക്കഥ ചോദിക്കുമ്പോൾ ഞാൻ എഴുതി കൊടുക്കും. ഈ സംവിധാനം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലില്ല വാസ്തവത്തിൽ. അത് എനിക്ക് മാത്രം അറിയുന്നൊരു കാര്യം. പിന്നെ എന്ത് ചെയ്യണം? ഞാൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് പോലെ ജോലിയും കിട്ടിയത് ഞാനത് പോയേനെ, സിനിമയ്ക്ക് അവിടെ നിന്നേനെ. അറിയില്ല, ആഗ്രഹിച്ച സ്ഥലത്തെത്തി. കയറി ചെല്ലാൻ പറ്റുന്ന മല ഞാൻ കയറി. ഇനിയും എങ്ങോട്ടാണ് ഞാൻ കയറാൻ? ആ മല വളരണം, അല്ലെങ്കിൽ ഇനിയും കയറണമെങ്കിൽ അല്ലേ? അങ്ങനെ സംഭവമില്ലല്ലോ. അപ്പോൾ ഒരു ജോലി ചെയ്ത ജോലി തന്നെ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആ സ്റ്റേറ്റിലാണ് ഞാൻ ഇപ്പോഴും. എനിക്ക് അടുത്ത സിനിമ എഴുതണമെന്നോ ഡയറക്റ്റ് ചെയ്യണമെന്നോ ആഗ്രഹമൊന്നുമില്ല. പക്ഷേ എനിക്ക് വേറൊന്നും ചെയ്യണമെങ്കിൽ താല്പര്യമുണ്ട്. അതെന്തും ചെയ്യാം. പക്ഷെ എനിക്കത് കിട്ടുന്നുമില്ല. പക്ഷേ ഈ ആദ്യത്തെ സിനിമ ഡയറക്റ്റ് ചെയ്തതിനു ശേഷം എത്ര നല്ല സിനിമകൾ പിന്നെ ഉണ്ടായി അല്ലേ? അതെ, അത് എൻ്റെ അടുത്ത് എന്നെ ഇഷ്ടമുള്ള ആൾക്കാർ ചോദിക്കും, സത്യം ചോദിക്കും കഥ. അപ്പം ഞാൻ എഴുതി കൊടുക്കും, എനിക്ക് ഇഷ്ടപ്പെടുന്ന കഥ എഴുതി കൊടുക്കും. അതൊക്കെ അങ്ങനെ പോകും. ഈ വേലപ്പറമ്പിലാൺവിൻ്റെ കാര്യം പറയുമ്പോണ്ടല്ലോ, ഇപ്പം എല്ലാവരും ജഗതിയുടെ ഇപ്പം എൻ്റെ ഗർഭം ഇങ്ങനെയല്ല, അല്ലെങ്കിൽ വേലക്കാരി, ആ ഡയലോഗുകളൊക്കെ പറയും. സാറ് ഇത് പേപ്പറിൽ പകർത്തിയത് തന്നെയായിരുന്നോ? മീൻസ് ഈ ആ സമയത്ത് ഇംപ്രൊവൈസ് ചെയ്തിട്ടുണ്ടായതോ? അങ്ങനെയൊന്നുമല്ല, അപ്പം തന്നെ എഴുതിയതാണ്. അത് ജഗതി ഈ പെർഫോം ചെയ്ത് കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ജഗതിയെ ഞാൻ പറഞ്ഞല്ലേ, ജഗതിയൊക്കെ എനിക്ക് വേലപ്പറമ്പിൽ ആൺവീട്ടിലൊക്കെ കിട്ടിയെന്ന് പറയുന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. അത്ഭുതം അതൊക്കെ. ജഗതി എന്നൊരു വേഴ്സറ്റൈൽ ജീനിയസാണ്. ആ കലാകാരൻ നിലക്ക് എങ്ങനെ വളച്ചാലും വളയുന്ന ഒരു ചില പ്രതിമകളൊക്കെ ഇല്ലേ, ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെയും കൊണ്ട് വെള്ളം പോലെയാണ്. അദ്ദേഹമൊക്കെ എൻ്റെ ഗർഭം ഇങ്ങനെയല്ല എന്ന് പറയുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലോ കിട്ടില്ല അതിനകത്ത്. എനിക്കതിൽ പക്ഷെ പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു അറിയോ, മീനയും നരേന്ദ്രപ്രസാദും ഈ പ്രഗ്നന്റ് ആരാന്നൊക്കെ സംസാരിക്കുന്ന കൺഫ്യൂഷൻ ഇടയ്ക്ക് മീന് പറയില്ല, ഇനി നിങ്ങളെങ്ങാനും ആണോ? അതെ, തിരക്കഥകളിലെ എൻ്റെ തിരക്കഥയിൽ ഞാൻ ആകെ ഒരു തെറി എഴുതിയിട്ടുള്ളൂ. അതാണോ? അതാണത്. ആ തെറിയാണ് ഏറ്റവും വലിയ കോമഡി ആയത്. അത് നരേന്ദ്രപ്രസാദ്. അതൊക്കെ ഒരു അസാധാരണ ആർട്ടിസ്റ്റ് ആയിരുന്നു. നരേന്ദ്രപ്രസാദിനെ എനിക്ക് മുമ്പേ അറിയാം. അദ്ദേഹം സിനിമയിലേക്ക് നടനായിട്ട് വരുന്നതിന് മുമ്പേ അറിയാം. അദ്ദേഹത്തിന് പഴയ പ്രൊഫസറായിരിക്കുമ്പോഴേ, കോളേജിൽ പ്രൊഫസറായിരിക്കുമ്പോഴേ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് എൻ്റെ ഏട്ടൻ്റെ UPSC എക്സാമിനേഷന് വേണ്ടിയിട്ട് ടൈപ്പ് റൈറ്റിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. ആ സമയത്ത് ഏട്ടന് വേണ്ടി ടൈപ്പ് റൈറ്റർ സംഘടിപ്പിച്ച് ഹോളിലെത്തിച്ചത് നരേന്ദ്രപ്രസാദാണ്. ബന്ധമുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ചെറിയ മക്കൾ, അന്ന് ചെറിയ കുട്ടികളാണ്, ചെറിയ പെട്രോമാക്സ് വലുപ്പത്തിലുള്ള 2 കുട്ടികളും ഭാര്യയൊക്കെ ആയിട്ടുള്ള ജീവിതം ഞാൻ കണ്ടാണ്. പിന്നീട് അദ്ദേഹത്തിന് സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കഥകളും എൻ്റെ തിരക്കഥയിലും സംഭാഷകരും ഇടുമ്പോൾ അദ്ദേഹത്തിന് ഞാനോട് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു. ഞങ്ങളൊരു വലിയ സ്നേഹമായിരുന്നു. പക്ഷെ പുള്ളി നമ്മൾ പ്രതീക്ഷിക്കാത്ത റോളിലാണല്ലോ ആ സിനിമയൊക്കെ ഉണ്ട്. അതിൽ കാസ്റ്റിംഗിൽ സാറിൻ്റെതായ എന്തെങ്കിലും ഇടപെടലുണ്ട്? ഞങ്ങളെല്ലാവരും, ഞാനും സേനനും കൂടെ എല്ലാം അതൊക്കെ തീരുമാനിക്കും. സേനനാണ് അതിൽ ജനാർദ്ദനെ കാസ്റ്റ് ചെയ്യാന്ന്. ഇന്നസെൻ്റ് ആയിരുന്നു ആദ്യം മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ ഇന്നസെൻ്റ് ആ സമയത്ത് വേറെ പടങ്ങളുണ്ടും ജനാർദ്ദനെ സജസ്റ്റ് ചെയ്യുന്നതും ജനാർദ്ദൻ മധ്യയിൽ ഒന്നുണ്ട്, ഞാൻ ജനാർദ്ദനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ തന്നെയാണ്. ഞങ്ങളുടെ തന്നെ വേറെ ആരും അല്ല. അതിലൊരു ചോറുണ്ടായിരുന്നൊക്കെ മുളക് കൊടുക്കുന്ന സീനൊക്കെ ഇല്ലേ, നല്ല സംഭവം. ഈ ആൺകുട്ടികൾ മാത്രമുള്ള വീടും അവിടുത്തെ അമ്മമാരുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ പല വീടുകളിൽ കണ്ടിട്ടുണ്ട്. അത് ഈ സിനിമയിൽ ഇങ്ങനെ കാണുമ്പോഴേ എനിക്ക് സേനൻ്റെ ഉള്ള സന്തോഷം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു പെർഫെക്റ്റ് ലാൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സീനൊക്കെ സേനന് കൊടുത്ത സേനം ഡീപ്പായിട്ട് ഇൻവോൾവ് ആകുന്നത്. സെൻസ് ഓഫ് ഹ്യൂമറൊക്കെ ഉള്ള ഒരാളാണ്. നല്ല ഇതായിരുന്നു സേന. അതിലെ കണ്ട് വളരെ ഭംഗിയായിട്ടങ്ങ് ഇൻവോൾവ് ആയിട്ട് നന്നായി ഷൂട്ട് ചെയ്യും. പിന്നെ പറ്റുന്ന ആർട്ടിസ്റ്റുകളും ആണെങ്കിൽ അതുകൊണ്ട് അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ അസാമാന്യ കോൺട്രിബ്യൂഷനാണ്. നല്ല മീന, നരേന്ദ്രപ്രസാദ്,
ജനാർദ്ദനൻ, ജയറാം, ശോഭന, അതൊന്നും നിസ്സാര സംഗതിയല്ലല്ലോ. അതെ അതെ. ഓരോ സീക്വൻസ്. അതുപോലെ മഴവിൽക്കാവടിയിലും പൊന്മുട്ടനും താറാവിൽ ഉർവശി ഒരു രക്ഷയില്ലല്ലോ. ഈ പൊന്മുട്ടനും താറാവ് എൻഡ് ചെയ്യുമ്പം അതിലൊരു മറ്റേ കഥാപാത്രം വരില്ലേ, ആ ടീച്ചർ വരുമ്പം ഒരു ഡയലോഗ് ഉണ്ടല്ലോ ഇങ്ങനെ മനസ്സിൽ പറയുന്നത്, ഇതാണ് തങ്കം, ഒരു പണത്തൂക്കം പോലും ചെമ്പ് കലരാത്ത തനിത്തങ്കം. അത് എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആ സിനിമയുടെ ഞാൻ കണ്ടു കാണും അല്ല യൂട്യൂബിൽ എടുത്തിട്ടേ ഓടിച്ച് ഇത് മാത്രം ഇങ്ങനെ ഇടയ്ക്ക് കേൾക്കും. സാറിന് വീണ്ടും ആലോചിക്കുമ്പോൾ ഇത് ഞാൻ തന്നെയാണ് എഴുതിയത് എന്ന് തോന്നുക? ഞാൻ തന്നെയാണെന്ന് തോന്നാറില്ല. ഞാനത് വേറെ ആളോ എഴുതിയ പോലെയാണ് ഞാൻ ആസ്വദിക്കാറ്. എല്ലാ സിനിമകളും അങ്ങനെയാണ്. അത് ആലോചിച്ചാൽ മതി. ഇവൻ നിന്നെ കണ്ണാടിയിൽ കാണാറുണ്ടോ? അപ്പം നീ അല്ലാന്ന് വിചാരിച്ചു നോക്കൂ. ഈ കാണുന്നത്, ഞാൻ കാണുന്നത് എന്നെയല്ല, വേറെ ഒരാളെന്ന് പറഞ്ഞാൽ നിനക്ക് നിൻ്റെ ആ ഒരു പ്രൊജക്ഷനെ കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. ശ്രമിച്ചു വയ്ക്കുക നാളെ മുതൽ. നോക്കട്ടെ. ചുമ്മാ പറയുന്നത് കേട്ട് തമാശയാക്കരുത്, കാര്യം പറയാണ്. ആ ഇൻബാലൻസിങ് എലിയേഷൻ സാധിക്കുമെങ്കിൽ ചോദിക്കും, ബ്യൂട്ടിഫുള്ളാണ്. നമ്മുടേതല്ല, ഇത് ഞാനല്ല, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് എൻ്റേതല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നോക്കിയാൽ അതിന് സൗന്ദര്യം കൂടും. ചിലപ്പോൾ ഇതാരെങ്കിലും ചെയ്യും. ഞാൻ ചെയ്യണം, അങ്ങനെ സാധിക്കും. നമ്മളെ ഏലിനേറ്റ് ചെയ്യുക, വിട്ടു നിർത്തുക നമ്മളിൽ നിന്ന്. ഒരു മാജിക്കാണത്. ഞാൻ ജീവിതം ആസ്വദിക്കുന്ന മാജിക്കുകളിലൊന്നാണ്. അതുകൊണ്ട് രണ്ട് കാര്യമുണ്ട്. നമ്മൾക്ക് വിഷമം തരുന്ന എന്ന സംസാരം കേട്ടാൽ അതെന്നോടല്ല എന്ന് ചിന്തിച്ചാൽ മതി. റിപ്ലൈ ചെയ്യാതെ ചിന്തിച്ചാൽ മതി. ഒരാൾ തല്ലാൻ വരുമ്പോൾ ഓടുക, എന്നെ തല്ലാൻ വരുന്നതല്ല എന്ന് വിചാരിച്ചാൽ മതി. രക്ഷപ്പെടുക, ഓടുക അവിടുന്ന്. അയാൾക്ക് തല്ലാനുള്ള ചാൻസ് കൊടുക്കാൻ ഞാൻ മതി. ഇതൊന്നും നടക്കുന്ന ഇതല്ല. ഞാൻ പറഞ്ഞു വന്നത് അതിൻ്റെ ഒരു യുക്തിയും അതിനൊരു ഭദ്രതയാണ്. അപ്പം എനിക്ക് ദേവദൂതൻ ഞാൻ ആസ്വദിക്കുന്നത് അത് വേറെ ആരോ എഴുതിയതാണ്. അപ്പോൾ അത് മാറി നിന്ന് കാണുമ്പോൾ എന്തൊരു സുഖം അറിയാം. ആർക്കോ എന്തോ ആരോടോ പറയാനുണ്ട്. ഞാൻ എഴുതിയത് ആർക്കോ എന്തോ, ആ ആർക്കോ ആരോ ആണ്, എന്തോ ആരോടോ പറയാനുണ്ട്. എന്നോടാവാം, വേറെ ആരോടാവാം. സാർ വീണ്ടും കാണുന്ന സാർ ഇതൊരു സിനിമ ഏതായിരിക്കും കാണാൻ ഇഷ്ടപ്പെടുന്നത്? വീണ്ടും കാണാണ്. പിന്നെയും കാണാൻ ഇഷ്ടപ്പെടുന്ന? ഞാൻ അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കാണാറുണ്ട്. ചിലപ്പോൾ ഞാൻ വാനപ്രസ്ഥമൊക്കെ ചിലപ്പോൾ കുറച്ച് കാണും. 1 മുതൽ 0 വരെ ചില സീക്വൻസൊക്കെ കാണും. കുട്ടിച്ചാത്തൻ്റെ ചിലതൊക്കെ എനിക്ക് ഓർമ്മയിൽ കിട്ടും. ഇതെല്ലാത്തിനും കോപ്പിയുണ്ട്. പലതും ഞാൻ എൻ്റേത് മറന്നു പോയിട്ടുണ്ട്. പല പടങ്ങളുടെയും ഉള്ളടക്കമൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. പല സീക്വൻസ് ഓർഡറൊക്കെ മറന്നിട്ടുണ്ട്. പിന്നെ പാട്ടുകൾ പലതും മറന്നു പോയിട്ടുണ്ട്. ചില പാട്ട് കേൾക്കുമ്പം എനിക്ക് തോന്നുന്നത് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് തോന്നും. അപ്പോഴാണ് വൈഫോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുക, സാറിൻ്റെ പടത്തിൽ അല്ലെങ്കിൽ എൻ്റെ പടത്തിലാണ്, ഒരുപാട്ടിൻ്റെ പടത്തിലാണ് അവൾ പറയാം. അങ്ങനെ ഞാൻ ഈ അടുത്ത കാലത്ത് കേട്ടൊരു പെട്ടെന്ന് കുറച്ച് ദിവസം കൺഫ്യൂസ്ഡ് ആയ പാട്ടായിരുന്നു മേലപ്പനും ആൺപിള്ളൊരു പാട്ട്, വെള്ളിത്തിങ്കൾ. അത് ഒരു ദിവസം എനിക്ക് ഭയങ്കര ഇഷ്ടം, കുറേ ദിവസം മനസ്സിലിങ്ങനെ കിടക്കുന്നു ഈ പാട്ട്. ഞാൻ സ്മിതയോട്, സ്മിത എൻ്റെ ഭാര്യയുടെ പേര്, ഇങ്ങനെ പാട്ടുണ്ടത്. അവളോട് രഘുവേണ്ട പടമല്ലേ. ഈ കുമാരേട്ടൻ പറയാത്ത കഥയെ പിന്നെ പ്രസിദ്ധീകരിക്കുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെന്തെങ്കിലും സാധ്യത? എനിക്ക് നോവലായിട്ട് ഞാൻ കുറേ എഴുതിയിരുന്നു. ഞാൻ പിന്നെ അവിടെ വെച്ചു. അത് പിന്നെ സിനിമ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു കുരുത്തക്കേടുണ്ട്. ഞാൻ ഒരുപാട് കഥകൾ കമ്പ്യൂട്ടറിൽ എഴുതി പകുതിയായി 3/4 ഭാഗമൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും, എന്നിട്ട് ഞാൻ അതിലേക്ക് പോകും. പോയിട്ട് അങ്ങനെ എഴുതും. ഭയങ്കര രസമാണ് അതൊക്കെ. ഇപ്പം അഭിനയ ജീവിതമാണോ കൂടുതൽ ആസ്വദിക്കുന്നത്? ഞാൻ എന്നെ തന്നെ ആസ്വദിക്കുക, എൻ്റെ ജീവിതം തന്നെ. അഭിനയ ജീവിതം അത്യാവശ്യം നല്ല രസമായിരുന്നു. താങ്ക് യു. നന്നായി ചെയ്തു. താങ്ക് യു. ഓട്ടോഗ്രാഫ് വേണ്ട. അഭിനയം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ ഇനിയും? എന്നെ ആരെയും വിളിച്ചാലും ഞാൻ പോയിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ വിളിച്ചിട്ടുണ്ടല്ലേ. അത് രസമല്ലേ? നമ്മൾ പിന്നെ എന്താ ചെയ്യാന്ന്? രസമല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇന്ന് ഹൈ ജമ്പ്, നാളെ പോൾവോട്ട്, മറ്റന്നാൾ ഡക്കാത്തൽ എന്നൊക്കെ പറഞ്ഞ ഓടിക്കൊണ്ടിരിക്കണ്ടേ. ഇപ്പോൾ ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഉത്തരവാദിത്തം കുറഞ്ഞ പണി അഭിനയമാണെന്ന്. കാരണം എഴുത്താവട്ടെ ഡയറക്ഷൻ ആവട്ടെ കുറച്ച് ഉത്തരവാദിത്തം കൂടുതലാണല്ലോ. ഇത് കുറച്ച് ഈസി. ഇതിൽ പെട്ടുപോയാൽ പിന്നെ പുറത്തിടക്കൽ പാടായിരിക്കുന്നത്. അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അത് ശ്രീനിവാസൻ്റെ ആറ്റിറ്റ്യൂഡാണ്. ശ്രീനിവാസൻ പറയുന്നത് ശരിക്കും ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാകും പറയും. എനിക്കവന് ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ അഭിനയിക്കാൻ സുഖമാണ്. അവിടെ പോയാൽ മതി. നമുക്ക്
അതിൻ്റെ തെറ്റാണ്ട് പ്രതിഫലം കിട്ടും. പിന്നെ അത്യാവശ്യം ചായയൊക്കെ കിട്ടും. പിന്നെ എന്താ പറയുക, തടവിത്തരനെക്കാളും മുഖത്തൊക്കെ വെക്കുന്നൊക്കെ ഇല്ലേ, ഒരു ബഹുമാനം നമ്മൾക്ക് എപ്പോഴും ഉണ്ടാവും. അതല്ലെങ്കിലുണ്ട്, ഇല്ലാതൊന്നും പറയുന്നത് രസമാണ്. എഴുതുന്ന ഒരാൾ അഭിനയിക്കാൻ, സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരാളെക്കാളും അഭിനേതാനാണ് സുഖം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അഭിനയിക്കാൻ തുടങ്ങിയപ്പോൾ. സാറിന്റെ കുറെ ചെറുകഥകളുണ്ടല്ലോ. ആ കുട്ടി ജോൺസനെ കണ്ടു ഇല്ലേ, ആ ട്രെയിനില് കട്ടു എനിക്കത് വലിയ ഇഷ്ടമുള്ള കഥയായിരുന്നു. അങ്ങനെ കുറെ കഥകളുണ്ട്. സാറിന്റെ എഴുത്ത് ഭയങ്കര രസമാണ്. അത് നിർത്തരുത്, വീണ്ടും എഴുതണം. ഈ അഭിനയത്തിൽ മടി പിടിച്ചിട്ട് എഴുതാതിരിക്കരുത്. എഴുതാം, തീർച്ചയായിട്ടും എഴുതാം. വായിക്കാൻ ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും. സന്തോഷം.